ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട മക്കളെ, എന്തൊക്കെയാണ് വിശേഷം? +2 എക്സാമിൻ്റെ ഒരു ചൂടിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ഓരോ ദിവസവും എക്സാമുകൾ വരുന്നുണ്ട്, ഓരോ ദിവസവും നമ്മൾ എക്സാമിന് പോകുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് മക്കൾ പോയിട്ട് എക്സാം എഴുതുന്നുണ്ട്. +2 നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കുന്ന, അതിനു വേണ്ടി വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് മക്കളാണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം അല്ലേ. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നന്നായിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് +2 കഴിഞ്ഞിട്ട് ഞാൻ എന്തിനു പോകണം, അല്ലെങ്കിൽ ഈ +2നെ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വേവലാതിപ്പെട്ടുകൊണ്ട് വളരെ നന്നായിട്ട് പഠിക്കുന്ന മക്കളുണ്ട്. ആ മക്കളെ ഞാൻ അത്യധികം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ നല്ല സമയങ്ങൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മാർക്കുകൾ എപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ പറയും മാർക്കുകൾ കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെങ്കിൽ നമ്മളെ മാർക്കുകൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ആ പഠനം, അത് നമ്മുടെ ഭാവിയിലേക്ക് ഉപകാരം ചെയ്യും. നമ്മൾ അത്യധികമായിട്ട് നമ്മുടെ പഠനമാണ് ഏറ്റവും പ്രധാനം, നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുള്ളത് അല്ലേ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട്, നിങ്ങൾ ഈ വീഡിയോ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ +2ന് ശേഷം നല്ലൊരു സ്ഥലത്ത് ഡിഗ്രി പഠിക്കണം എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്ന് കാണുന്നത്. +2ന് ശേഷം രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാപനം അല്ലേ, രാജ്യത്തെ ഏറ്റവും ടോപ്പ് നോച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, നമ്മൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്, ഇനി ടെക് സയൻസ് ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നീറ്റ് കീമൊക്കെ എഴുതിയിട്ട് പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ബിടെക് ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്ക് IITകൾ NITകൾ ഉണ്ട്. പക്ഷെ നമുക്കൊരാൾ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ വന്നിട്ട് നല്ലൊരു ഡിഗ്രി അയാൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്കുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ വന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ആദ്യമേ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളോട് ഒരു ഡിഗ്രി, നിങ്ങൾ ഏതായാലും 4 വർഷം ഒരു ഡിഗ്രി നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടുകയാണ്. നിങ്ങൾ ആ ഡിഗ്രി എടുക്കുന്നത് നാട്ടിലെ ഒരു സാധാ ഹോട്ടലിൽ നിന്നും ഇപ്പുറത്തൊരു 5 സ്റ്റാർ ഹോട്ടലും ഉണ്ട്. നിങ്ങൾ ഓഫ് കോഴ്സ് ഒരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലേക്കാണോ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ഇപ്പുറത്തും നമുക്ക് നല്ല പേയ്മെൻറ്റോടുകൂടിയ സാധാ ഹോട്ടലുണ്ട്. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യാം? ഓഫ് കോഴ്സ് നമ്മൾ ഏതായിരിക്കും? 5 സ്റ്റാർ ഹോട്ടലാണ്. അതേ ഒരു ഉപമയാണ് ഞാനിവിടെ പറയുന്നത്. CUET എക്സാം എഴുതിയിട്ട് അടിപൊളി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണോ അത്രയും ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റികൾ, 24/7 വൈഫൈകൾ, ലൈബ്രറി സർവീസുകൾ, വളരെ സെൻട്രലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത്രയും പഠനാന്തരീക്ഷം, ഇതൊക്കെയുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മൾ പോയി പഠിക്കുകയാണ് അല്ലേ. അതാണ് 5 സ്റ്റാർ ഹോട്ടൽ ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാധാ ഡിഗ്രി കോളേജുകൾ, അതിനെ കുറച്ച് പറയുമെന്നല്ല, നമ്മുടെ നാട്ടിലെ നമ്മുടെ ഡിഗ്രി കോളേജുകളൊക്കെ ആണെങ്കിൽ നോക്കി, സെൽഫ് ഫിനാൻസ് കോളേജുകളിലൊക്കെ നമ്മൾ പണം കൊടുത്ത് സെമ്മിന് എത്ര പണമാണ് നമ്മൾ കൊടുക്കുന്നത്, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്കം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഓക്കെ, അവിടെയാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വരുന്നത്. അപ്പം അവിടേക്ക് വരുമ്പം ഇനി നിങ്ങൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ അഡ്മിഷൻ നേടണമെങ്കിൽ അത് പ്യുവർലി നമ്മുടെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആണ്. ആ എൻട്രൻസ് എക്സാമാണ് CUET എന്ന് പറയുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ആ ടെസ്റ്റിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നു എന്നിടത്താണ് നിങ്ങളുടെ അഡ്മിഷൻ. +2ൽ മേ ബി നിങ്ങൾ 98 മാർക്ക് നേടുന്ന ആളായിരിക്കും. +2ൽ മേ ബി നിങ്ങൾ 99% ആയിരിക്കും. 1200 സ്കോർ ചെയ്യുന്ന ആളായിരിക്കും മേ ബി നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്കൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടണമെങ്കിൽ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൽ നന്നായിട്ട് സ്കോർ ചെയ്തിരിക്കണം. ആ സ്കോർ ചെയ്യാൻ എന്തൊക്കെ വേണം, അതിന് നിങ്ങളെ ഏറ്റവും സഹായിക്കാനാണ് എജ്യൂബിൾസ് ലേണിംഗ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് പറയാലോ, ഇപ്പം മാർച്ച് മാസത്തിലാണ് നമ്മളുള്ളത്. ഏപ്രിൽ അല്ലേ, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ, മെയ് 11-നാണ് നമുക്ക് എന്ത് വരുന്നത്? CUET എക്സാം വരുന്നത്. മെയ് 11-നാണ് CUET എക്സാം വരുന്നത്. എത്രയാണ് ദിവസം വരുന്നത്? മെയ് 11 അല്ലേ, മെയ് 11-ന്. ഇപ്പം നമ്മുടെ ഡേറ്റ് എത്രയാണ് അല്ലേ? ഇന്ന് മാർച്ച് 13. ഓക്കെ, നമുക്ക് മുമ്പിലുള്ളത് കറക്റ്റ് 2 മാസമാണുള്ളത് അല്ലേ. മാർച്ച് 15-ന് എജ്യൂബിൾസ് ലേണിംഗ് ഒരു 60 ഡേയ്സ് ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ, അടുത്ത വർഷം നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ CUET നല്ല സ്കോർ നേടണം.
അതിനിപ്പം +2 പഠിച്ചത് തന്നെ മതി നിങ്ങൾ. പക്ഷേ അതിൻ്റെ ഒപ്പം PYQകൾ നോക്കണം അല്ലേ, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അതിന് എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ 60 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് ഈ 60 ദിവസം കൊണ്ട് നമുക്ക് സിസ്റ്റമാറ്റിക്കായി നമുക്ക് പഠിച്ചാലോ? 60 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ എങ്ങനെയാണ് എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ ഒരു 60 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ കഴിയും എന്നാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു CUET എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്. നമുക്ക് മാക്സിമം എത്ര പേപ്പർ ചൂസ് ചെയ്യാം? 5 പേപ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ. ഒരു പേപ്പേഴ്സിന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലേ? 50 ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് 1 മണിക്കൂറാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ മൊത്തം നമുക്ക് 50 ചോദ്യങ്ങളാണ് ഉണ്ടാവില്ലേ. ഓക്കെ, അതിൽ നമുക്ക് എത്രയായിരിക്കും നമുക്ക് ഒരു പേപ്പറിനുണ്ടാവുന്ന മാർക്കുകൾ അല്ലേ? 50. ഒരു ഉത്തരം ശരിയായാൽ +5, ഒരു ഉത്തരം തെറ്റിയാൽ -1 അല്ലേ. 5 പേപ്പറിനും കൂടെ 50 മിനിറ്റാണ് അല്ലേ, 1 ഹവറാണ് നമുക്കൊരു പേപ്പറിന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 5 പേപ്പറിന് 50, ഓരോ പേപ്പറിനും 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ആവണം. അതിനെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ആവുക? നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിലബസ് കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. ഞാനിപ്പോൾ ബേസിക്കലി ഒരാൾ സയൻസിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ അയാൾ എന്തായിരിക്കും, മേ ബി അയാൾ PCMB ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക അല്ലേ. ഇനി ഒരാൾ കൊമേഴ്സിൽ നിന്ന് വന്ന ഒരാളാണെങ്കിലോ അയാൾ ഏതായിരിക്കും എടുത്തിട്ടുണ്ടാവുക? അയാൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് അല്ലേ. ഇനി ഒരാൾ ഹ്യൂമാനിറ്റീസ് നിന്നാണ് വന്നെങ്കിലോ അയാൾ ഏതൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക? പൊളിറ്റിക്സ് എടുത്തിരിക്കാം, ഹിസ്റ്ററി എടുത്തിരിക്കാം, സോഷ്യോളജി എടുത്തിരിക്കാം, എക്കണോമിക്സ് എടുത്തിരിക്കാം അല്ലേ. ഇത് ഏതെങ്കിലുമൊക്കെ ഡൊമൈൻസ് എടുത്തിരിക്കാം. ഇത് മാത്രമായിരിക്കും അവർ നോക്കുക? ഇല്ല, ഇതിൻ്റെ ഒപ്പം നമുക്ക് 2 ജനറൽ പേപ്പറുകൾ കൂടെ ഉണ്ട്. ഏതാണ് 2 ജനറൽ പേപ്പറുകൾ? ഒന്നാമത്തത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, രണ്ടാമത്തത് ഇംഗ്ലീഷ്. അധിക ആളുകളും അധിക ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്ന ഏതൊക്കെയാണ്? എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് ചെയ്യുന്നൊരു ലാംഗ്വേജ് എടുക്കണം അല്ലേ. ഡൊമൈൻസ് 3 എണ്ണവും പിന്നെ ലിസ്റ്റ് 3ാമത്തെ സെക്ഷനിൽ 1, അത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണല്ലോ. അധിക സ്ഥലത്തും ജനറൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ചോദിക്കുന്നുണ്ട് അല്ലേ. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് + ഡൊമൈൻസ്, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്താ വരുന്നത്? കറക്റ്റ് എന്താ നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് സിമ്പിളായിട്ട് പറയാം അല്ലേ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പക്ക പ്യുവർലി +2 ബേസ്ഡ് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ സിലബസ് ആണ് അല്ലേ. ഫിസിക്സിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ നമുക്കറിയാം അല്ലേ. കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, ആ ഒരു പാഠങ്ങളിലെ അമീൻസ്, ബയോമോളിക്യൂൾസ്, ആ കറക്റ്റ് നിങ്ങൾ +2 പഠിച്ച ആ സാധനങ്ങൾ തന്നെ കറക്റ്റ് പഠിക്കാനുള്ളൂ നിങ്ങൾക്ക് അല്ലേ. മാത്സിലേക്ക് വരികയാണെങ്കിൽ ആൾജിബ്രയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ആ കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ പഠിച്ചു തന്നെ. ബയോളജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ +2 എന്താണോ പഠിച്ചത് അത് തന്നെ അല്ലേ. ഹ്യൂമൻ ഹെൽത്ത്, റീപ്രൊഡക്ഷൻസ്, അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് ആൻഡ് പ്ലാന്റ്സ് അല്ലേ. മൈക്രോബയോളജി, ബയോടെക്നോളജി, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ഈ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ പഠിക്കാനുള്ളൂ. ഇത് നമ്മൾ അതിന് +2 പക്ക പ്യുവർലി +2 സിലബസ്. പക്ഷെ അതെങ്ങനെ പഠിക്കുന്നതിലെടുത്താണ്. നിങ്ങൾ +2 ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ എക്സാമിനും ഒരു ട്രെൻഡ് ഉണ്ടാവും. ആ ട്രെൻഡ് അനുസരിച്ച് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ട്രെൻഡ് അനാലിസിസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? ട്രെൻഡ് അനാലിസിസ് അല്ലേ. നമ്മൾ ഈ മൊത്തം ചാപ്റ്ററും കാണാതെ പഠിച്ചപ്പോൾ ഒരു കാര്യം ഉണ്ടോ? ഇല്ല. ചിലപ്പോൾ സൊല്യൂഷൻസിനായിരിക്കും കെമിസ്ട്രിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ സൊല്യൂഷൻസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഇനി വേണമെങ്കിൽ ബയോളജിയിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒന്നാമത്തെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠനമായിരിക്കും. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കണം. ഈ ട്രെൻഡ് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കഴിഞ്ഞ 4 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ ഈ +2 എഴുതിയ എക്സാം വെച്ച് നമ്മളൊരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിന് പോയിട്ട് എഴുതിയിരുന്നത് നമുക്ക് എന്തേ മനസ്സിലാവുമോ? നമുക്ക് മനസ്സിലാവണം. ആദ്യം അതിന് ഫെമിലിയർ ആവാൻ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് പഠിക്കണം അല്ലേ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നൊരു മോഡൽ അല്ലേ. നമ്മുടെ IQ കുറഞ്ഞതാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് അല്ലേ. നമുക്കിപ്പോൾ ഒരു നോളൻ്റെ പടം കണ്ട് നോളൻ്റെ പടം മനസ്സിലാവണമെങ്കിൽ നമുക്ക് നോളൻ്റെ ആ ഒരു ലെവലിലേക്ക് പോകണം. അപ്പോൾ അത്രയൊന്നും ടഫല്ല. നീറ്റോ കീമോ പോലെ ഒന്നും ടഫല്ല. എന്നാലും CUETയുടെ ലെവൽ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതിൽ നമ്മൾ PYQ ടെസ്റ്റുകൾ ചെയ്യണം, PYQ അനാലിസിസ് ചെയ്യണം അല്ലേ. ട്രെൻഡ് അനാലിസിസ് ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അല്ലേ. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ഏറ്റവും അപ്പോൾ വെയിറ്റേജ് മനസ്സിലാക്കി അല്ലേ. വെയിറ്റേജ് മനസ്സിലാക്കി പഠിച്ചിട്ട് രണ്ടാമത്തെ എന്താണ്? ഇത് നമ്മൾ പറഞ്ഞിട്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ട് അല്ലേ. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ വേറൊരു കാര്യം ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണമെങ്കിൽ ഈ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. മൂന്നാമത്തെ ഞാൻ പറഞ്ഞ പോലെ അവോയ്ഡ് നെഗറ്റീവ് മാർക്കിംഗ് ആണ് അല്ലേ. ഈ അവോയ്ഡ് നെഗറ്റീവ് മാർക്കിംഗ് ഈ നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് ഒരു 50 ക്വസ്റ്റ്യൻസ് ശരിയാക്കി ഉണ്ടാവും അല്ല 20 ക്വസ്റ്റ്യൻസ് ശരിയാക്കി ഉണ്ടാവും. ബാക്കിയിട്ട 30 മാർക്കും തെറ്റാണെങ്കിൽ നമ്മൾ ഈ 20 മാർക്ക് കൊണ്ട് സ്കോർ ചെയ്ത സ്കോർ അല്ലേ 20 × 5 എത്ര
20 × 5 അല്ലേ, 100 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി 30 ക്വസ്റ്റ്യൻസിൽ നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ 100 മാർക്ക് പോയിട്ട് അതിൽ 30 കുറഞ്ഞ് 70 മാർക്ക് നമ്മൾ കിട്ടും. അത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വളരെ വലിയ മാറ്റം വരുത്തും. ഓക്കെ, അപ്പോൾ ഇത് 3 നമുക്ക് സെറ്റാക്കണം അല്ലേ. ഇനി അടുത്ത ഞാൻ കൊമേഴ്സുകാരിലാണ് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്. ഇതിൻ്റെ ഒപ്പം സെയിം ആണല്ലേ. അക്കൗണ്ടൻസിലേക്ക് വരും അഡ്മിഷൻ ഓഫ് പാർട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ണർ, അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ അല്ലേ, ഡിബഞ്ചർ, ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പഠിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമ്മൾ നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് നമ്മളെ പ്ലസ് ടുവിലുള്ള പക്ക നിങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലേ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, പ്ലാനിങ്, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ NTAയുടെ സൈറ്റിൽ നിന്ന് പക്ക സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മാക്രോ, മൈക്രോ, പിന്നെ നമ്മളെ പ്ലസ് 1ലുള്ള മോണിറ്ററി പോളിസീസ്, ആ ഒരു കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഹ്യൂമാനിറ്റീസിലേക്ക് വരും പൊളിറ്റിക്കൽ സയൻസ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെയും ഗ്ലോബൽ കണ്ടംപററി രണ്ടും പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങളും ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങളും, ഗ്ലോബലൈസേഷൻ, കണ്ടംപററി സൗത്ത് ഏഷ്യ, എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഇനി അടുത്ത ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിലും അല്ലേ, നമ്മുടെ തുടക്കം മുതലുള്ള ഓരോ കാര്യങ്ങൾ, ഭക്തി, സൂഫി, ആ പ്ലസ് 2ൽ നിങ്ങൾ എന്താണോ പഠിച്ച കാര്യങ്ങൾ തന്നെ, സോഷ്യോളജിയിലേക്കും അല്ലേ, ഇന്ത്യൻ സൊസൈറ്റിയും അതുപോലത്തെ ഓരോ കാര്യങ്ങൾ, എക്കണോമിക്സ്, ഈ കംപ്ലീറ്റ് നമ്മൾ പ്ലസ് 2-ലാണ്. അതെങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ട്രെൻഡ് അനാലിസിസ് ചെയ്ത് പഠിക്കാം. ഇതിന് ട്രെൻഡ് അനാലിസിസ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഏറ്റവും നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ അത് എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ ക്ലാസ്സുകളാണ്. എന്തുകൊണ്ട് എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓരോ ക്ലാസ്സുകളും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു 3 ഇയർ PYQ ഡിസ്കസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഫാക്കൽറ്റികളൊക്കെ 3 ഇയർ PYQ ഡിസ്കസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. മാത്രമല്ല, രണ്ടാമത് ടൈം കൺസ്യൂമിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഫൗണ്ടേഷൻ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയും ടെസ്റ്റ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവന് ഒരു സബ്ജക്റ്റിന് എത്ര ടൈം എടുക്കേണ്ടത് മനസ്സിലാവും. കറക്റ്റ് പ്യുവർലി നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 10 മിനിറ്റിലാണ് നമ്മൾ 10 ചോദ്യം കൊടുക്കുന്നത്. 1 മിനിറ്റേ പക്ക ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുള്ളൂ. അതിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ആപ്ലിക്കേഷനിലെ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈനസ് എത്ര വന്നതെന്ന് മനസ്സിലാവും, നിങ്ങൾ എത്ര ടൈം എടുത്തു മനസ്സിലാവും, ഓരോ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ടൈം കൺസ്യൂം, പിന്നെ അവോയ്ഡ് നെഗറ്റീവ് ഒഴിവാക്കാനും ഈ ടൈം കൺസ്യൂമിങ്ങിനും രണ്ടിനും നിങ്ങൾ ഒറ്റ ഉപാധിയുള്ളൂ. ഏതാണ്? അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഈ മോക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ നിങ്ങളിപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് അതൊക്കെ നിങ്ങളൊരു വേർഡിലാക്കി ചെയ്ത് നിങ്ങളത് പ്രിൻ്റ് എടുത്ത് എന്നിട്ട് നിങ്ങൾ രാവിലെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് മുതൽ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ്. എത്ര ടൈമാണ് നിങ്ങൾ അതിന് പോകുന്നത്? മറിച്ച് ഇതിൻ്റെ ഒക്കെ പഠിക്കേണ്ട എല്ലാ ക്ലാസ്സുകളും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു ഓർഡറായിട്ട്. ഇന്ന് ഏത് പഠിക്കണം, നാളെ ഏത് പഠിക്കണം, മറ്റന്നാൾ ഏത് പഠിക്കണം, കറക്റ്റ് ഓർഡറായി കിട്ടുന്നു. ഇന്ന് ഏത് ടെസ്റ്റ് ചെയ്യണം, നാളെ ഏത് ടെസ്റ്റ് ചെയ്യണം, ഓരോന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറയുന്നത്. എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ടെസ്റ്റുകളാണ്. നിങ്ങളിപ്പോൾ ഇന്ന് നമുക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ ജനറൽ ടെസ്റ്റിൻ്റെയും ഓരോന്നിൻ്റെയും വരികയാണെങ്കിൽ, ഇന്ന് നിങ്ങളൊരു ക്ലാസ് കണ്ടാൽ അതിൻ്റെ ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ ചെയ്യാനുണ്ടാവും. ക്ലാസ് കണ്ട ഉടനെ ചെയ്യേണ്ട ടെസ്റ്റ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയലൊക്കെ വായിച്ച് അതിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടോപ്പിക്കിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ള PYQ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ. പിന്നെ അതിൻ്റെ മെഗാ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്യുവർലി നമ്മൾ എന്ത് ചെയ്യും, PYQ ഒരു വർഷത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസിന് PYQ ഒരു ടെസ്റ്റ് വെക്കും. അങ്ങനെ 5 ടെസ്റ്റുകൾ വീതം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഓരോ സബ്ജക്റ്റുമായിട്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ കോച്ചിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ പഠിപ്പിക്കുന്നത് ആരാണ്? ഇപ്പം നിങ്ങൾ എവിടെയാണോ എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തിയ ആളുകൾ, ഓൾറെഡി CUET ക്രാക്ക് ചെയ്ത എക്സ്പേർട്ട് ഫാക്കൽറ്റികൾ, അവരായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, മാത്സ് ആവട്ടെ, ഇനി പൊളിറ്റിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റികൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ നിന്നുള്ള ഫാക്കൽറ്റികൾ, അതുപോലെ തന്നെ ജാമിയ മില്ലിയിൽ നിന്നുള്ള ഫാക്കൽറ്റികൾ, അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുള്ള ഫാക്കൽറ്റികൾ, ഇവിടെയൊക്കെ നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അവിടെയൊക്കെ നിന്നുള്ള ഫാക്കൽറ്റികളാണ്. അപ്പോൾ CUET എക്സ്പേർട്ട് ഫാക്കൽറ്റികൾ നയിക്കുന്ന ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും കണ്ട് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അതിലെത്താൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് സ്ട്രാറ്റജികളും നമ്മൾ ഏതൊക്കെ ബാച്ചുകളാണ് നമ്മളുടെ അടുത്തുള്ളതെന്നാണ്. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ബാച്ചാണ് CUET UG ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാച്ച്. ഓക്കെ, ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് 60 ഡേയ്സ് നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്ന ജനറൽ ടെസ്റ്റിൽ നമ്മൾ ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ്ലി previous year ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ മേ ബി നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക. 15 ക്വസ്റ്റ്യൻസ് റീഡിങ് കോമ്പറേഷൻ ആണ് അല്ലേ, വെർബൽ, നരേഷന്, ഓരോ
എന്ന് പറഞ്ഞിട്ടല്ലേ ആ ഒരു രീതിയിൽ അത് അടുത്തായിട്ട് ഇഡിയംസ് അങ്ങനെ ഗ്രാമേഴ്സൊക്കെ ആയിട്ട് ചോദിക്കാം. പക്ഷെങ്കിൽ ഇത് നമ്മളൊരു കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇതിൻ്റെ ഒരു 10 മൊഡ്യൂൾസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ 10 മൊഡ്യൂൾസിനുള്ള കറക്റ്റ് ക്ലാസ്സുകളും നമ്മുടെ ജാമിയ മില്ലയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ദ്ര മാം, നെറ്റ് JRF ഗേറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ട് സാന്ദ്ര മാമാണ് ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നത്. ഒരു 10 മൊഡ്യൂൾസ് അതിൻ്റെ കറക്റ്റ് ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ ടെസ്റ്റുകളുണ്ട്, അതിൻ്റെ മെറ്റീരിയലുകളുണ്ട്, എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കും. ഓക്കെ, അതിൻ്റെ ടോപ്പിക്സ് ഞാൻ പറയുന്നത് റീഡിംഗ് കോമ്പ്രഷൻ, ഇഡിയംസ്, ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, എറേഴ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനെ ലെറ്റർ റൈറ്റിംഗ്, ഒരുപാട് ടോപ്പിക്സ് അതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ പേപ്പറാണ് ജനറൽ ടെസ്റ്റിൻ്റെ പേപ്പർ അല്ലേ. ഇതും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ ടെസ്റ്റിൻ്റെ ടോപ്പിക്സ് ഒരു 4 സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇത് നാലും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു NCT കൂടെ നോക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല ലേണിംഗ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ടൈപ്പിലുള്ള ടെസ്റ്റുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്ലാനാണ് ഇതിലേക്ക് വരുന്നത്. ഇതിൽ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വൽ ഫീ ഇതിന് എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് ഇതിന് വരുന്നത് ഒരു ആക്ച്വൽ ഫീ വരുന്നത് ഇതിന് നമുക്കൊരു 5499 ഫീ വരുന്ന ഈ ഒരു കോഴ്സിന് നമുക്ക് ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഡിസ്കൗണ്ട് എന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 25 കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു കോഴ്സ് 3499 രൂപക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ CUT UG ജനറൽ ടെസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻബോക്സിൽ താഴെയുള്ള 97 46 380 365 എന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ജനറൽ ടെസ്റ്റിൻ്റെ മാത്രമാണ് കേട്ടോ. ഇനി അടുത്തതാണെങ്കിൽ നമുക്ക് CUT UG സയൻസിൻ്റെ ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ടെസ്റ്റ് പ്ലസ് ഇംഗ്ലീഷ് അല്ലേ, നമുക്ക് ഓൾറെഡി പറഞ്ഞുള്ള ഇംഗ്ലീഷ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതും കൂടെ കിട്ടും, PCMB കൂടെ കിട്ടും. ഓക്കെ, PCMB കൂടെ കിട്ടും. ഇതിന് നമുക്ക് ആക്ച്വൽ ഫീ വരുന്നത്, നമുക്കിത് 5ാമത്തെ ബാച്ചാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആക്ച്വൽ ഫീ വരുന്നത് 7999 ആണ്. ഓക്കെ, ഈ വീഡിയോ കണ്ട് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 25 ആളുകൾക്ക് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 5499 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജനറൽ ടെസ്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഈ ടോപ്പിക്സ് കൂടെ നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യും, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാവും. ഓക്കെ, അപ്പം അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ CUT UG കൊമേഴ്സ്. ഇതിൽ നമ്മൾ വരുന്നത് ജനറൽ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് കൂടെ വരുമ്പം ഇത് നിങ്ങൾക്ക് 4999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പം ഈ ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യണം. ഇതിൻ്റെ ആക്ച്വൽ ഫീ എന്ന് വരുന്നത് 6999 രൂപയാണ്. അപ്പോൾ 25 കുട്ടികൾക്ക് ശേഷം നമ്മൾ ഇതിൻ്റെ 25 കുട്ടികൾക്ക് ശേഷം മേ ബി എന്തായിരിക്കും ഇതിൻ്റെ ഫീ വരുന്നത് 6999 രൂപയായിരിക്കും. മാർച്ച് 15 സ്റ്റാർട്ട് ചെയ്യുന്ന പേസിലാണ് പറയുന്നത്. അടുത്ത നമുക്ക് വരുന്ന ഹ്യൂമാനിറ്റീസ് ബാച്ചാണ്. ഹ്യൂമാനിറ്റീസ് ബാച്ചിന് ഞാൻ പറയാം, നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4999 അഡ്മിഷൻ എടുക്കാം. 6999 രൂപയാണ് ഇതിൻ്റെ ആക്ച്വൽ ഫീ വരുന്നത്. ഓക്കെ, ഇത് എക്സ്ക്ലൂസീവ്ലി ഈ വീഡിയോ വരുന്ന ആളുകൾക്ക്, ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്കായിട്ടാണ് ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓരോ ബാച്ചിലും ഇത്രയും കുട്ടികൾക്കാണ് ഒരു സീറ്റുകൾ നമ്മൾ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഹ്യൂമാനിറ്റീസിൽ നമ്മളുടെ വരുന്ന ഏതൊക്കെയാണ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ് ആണ് ഡൊമൈൻസായി വരുന്നത്. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ലഭിക്കും. ഇനി ഒരാൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും മാത്രം മതിയെങ്കിൽ അതും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നടക്കുക? അപ്പം നമുക്കിപ്പം ഏപ്രിൽ 1 വരെ, ഓക്കെ, എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, നമുക്കിപ്പം നമ്മുടെ ഈ PYQ ഡിസ്കസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് മൊഡ്യൂൾസ്, നമ്മുടെ മൊഡ്യൂൾസ് നമ്മൾ ഏപ്രിൽ 1 വരെ നിങ്ങൾക്ക്, അതായത് ആദ്യത്തെ 15 ദിവസം കറക്റ്റ് നിങ്ങൾക്ക് സ്കെഡ്യൂൾ ഉണ്ടാവും. ഏപ്രിൽ 1 മുതൽ നമ്മൾ ഇതിൻ്റെ PYQ വെച്ചിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ ഫാക്കൽറ്റികൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ഫാക്കൽറ്റികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സോഷ്യോളജിയുടെ ഫാക്കൽറ്റിയാണ് ഷഹദ് സാറ്. ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജാമിയ മില്ലിയയുടെ സാന്ദ്ര മാം, അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ നദ മാം, അതുപോലെ തന്നെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അഷ്മൽ സാർ, ജാമ്യ മില്ലിയിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട അസീസ് സാറ്, അതുപോലെ തന്നെ എക്കണോമിക്സിലേക്ക് ഒരു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഹാഷിം സാറ്, ഇവരൊക്കെയാണ് നമ്മുടെ ഫാക്കൽറ്റികളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഏപ്രിൽ 1 മുതലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏപ്രിൽ 1 മുതൽ മെയ് വരെ 1 മാസം നിങ്ങൾക്ക് ലൈവും ബാക്കിയുള്ള ക്ലാസ്സുകൾ റെക്കോർഡഡ് സെഷൻസും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സമയം കളയാതെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ,
താഴെയുള്ള ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നു, ഈ നമ്പറിൽ നിങ്ങൾ 97 46 380 365 എന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ഏത് ബാച്ചിനാണോ ഡിസ്കൗണ്ട് വേണ്ടത്, ഇപ്പോൾ ഹ്യൂമാനിറ്റീസിനാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഡിസ്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മേ ബി നിങ്ങൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി നിങ്ങൾക്ക് സയൻസ് ഡിസ്കൗണ്ട് ആണെങ്കിൽ സയൻസ് ഡിസ്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക, ഓരോ കാര്യങ്ങളും അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് സമയം കളയാതെ പെട്ടെന്ന് തന്നെ CUET പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തുടങ്ങാം. ഇത് റൈറ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് 60 ഡേയ്സ് ക്രാഷ് ബാച്ച് നമ്മൾ ഈ വരുന്ന മാർച്ച് 15 ആരംഭിക്കാം. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടെ നിങ്ങളത് കണ്ടിട്ട് അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ കുറച്ച് ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം, ഫ്രീ ടെസ്റ്റുകൾ ചെയ്യാം. CUETക്കും NCETക്കും വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട കേരളത്തിലെ വൺ ഓഫ് ദ ഒതൻറ്റിക് ആപ്ലിക്കേഷനാണ്, ലേണിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, ചെക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള ഈ നമ്പറിൽ കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാവരും രാജ്യത്തെ ഏറ്റവും പ്രമുഖ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ നേരട്ടെ, അതിന് എജ്യൂബിൾസ് ഒരു തുണയാവട്ടെ, വഴിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.